സഹൃദയരെ കലാസ്നേഹികളെ ചിലന്തി മാപ്പിളൈ ഐ എം സോ ഹാപ്പി ഗൈസ്. റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പടം 2002 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്പൈഡർമാൻ, ടോബി മാഗ്വയറിൻ്റെ സ്പൈഡർമാൻ ഫസ്റ്റ് റിലീസ് ആവുന്നതും ഒരു സൂപ്പർ ഹീറോ മൂവി ഫസ്റ്റ് ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നതും ആ സിനിമയാണ്. തീരെ കുഞ്ഞാണ്, എനിക്ക് ഇപ്പോഴും സിനിമയുടെ ആ സമയത്ത് കണ്ട കാരണം ഒന്നും ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ആ എക്സ്പീരിയൻസ് ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്പൈഡർമാൻ എന്ന് പറഞ്ഞ ആ കഥാപാത്രം തിയേറ്ററിൽ വരുന്നതും ചാടുന്നതും പോകുന്നതും വെബ് ഷൂട്ട് ചെയ്യുന്നതൊക്കെയുള്ള ആ ഒരു നൊസ്റ്റാൾജി ഉണ്ട്. തീരെ ചെറുതാണ്, ബട്ട് എങ്കിൽ പോലും ആ ഓർമ്മ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇതുവരെ ഒരു സ്പൈഡർമാൻ സിനിമയും ടോബി മാഗ്വയറിൻ്റെ സ്പൈഡർമാനോളം ഒപ്പമോ അതിന് മുകളിലോ ഒന്നും, ബട്ട് സ്റ്റിൽ എനിക്ക് ടോബി മാഗ്വയറിൻ്റെ സ്പൈഡർമാനാണ് ഫസ്റ്റ്. എങ്കിലും ഇന്നത്തെ ഈ സ്പൈഡർമാൻ ഇത് ടോബി മാഗ്വയറിൻ്റെ സ്പൈഡർമാനൊപ്പം തന്നെ ഇനി മനസ്സിലുണ്ടാവും. കാരണം കുറേ സാധനങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അതുപോലെ അടിച്ചടേ. എന്ന് വെച്ചാൽ ഇത് സ്പൈഡർമാൻ 3 നമ്മൾ കണ്ട ഒരു ഓർമ്മയുണ്ടായിരിക്കും. അതിനകത്ത് 3 2 സ്പൈഡർമാൻ്റെ പവർ ലൂസ് ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ, ഇമോഷണലി ഉള്ള ലൂസ് ചെയ്തിട്ട് വെബ് പോകാതാവുന്നു. സോ ആ ഒരു വൈബ് എനിക്ക് ഇതിനകത്ത് അടിച്ചു. ഇതിനകത്ത് കുറേ സാധനങ്ങൾ അങ്ങനെ ഉണ്ട്, ട്രെയിലർ കണ്ടിട്ടുണ്ടായിരിക്കും, കണ്ണൊക്കെ കളറൊക്കെ മാറുന്ന പോലെ. സോ ഞാനൊന്നും സ്പോയിലർ അടിക്കുന്നില്ല. അതുപോലെ ഓർഗാനിക് വെബ് ഉള്ള സ്പൈഡർമാനെ ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് ടോബി മാഗ്വയറിൻ്റെ സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടം, ദ റിയൽ ഒറിജിനൽ സ്പൈഡർമാൻ. സോ അപ്പം ഇതിനകത്ത് 1-2 സാധനങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കിയെങ്കിൽ മനസ്സിലാവും. പടം വിഷ്വലി കിടിലമാണ്. കിടിലം ഇൻ ദ സെൻസ് 3Dയിൽ കണ്ട ഒരു 3D ഞാൻ കണ്ട തിയേറ്റർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് 2Dയിൽ ഒന്നുകൂടി പടം കാണണം. ഇതിനകത്ത് കുറേ സീനുകളുണ്ട്, ഈ ചാടി വരികയും ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള കുറേ സ്റ്റില്ല് പോലെ നിൽക്കുന്ന സ്ലോ മോഷനിൽ കാണുന്ന അത് അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാൾപേപ്പറായിട്ട് ഉപയോഗിക്കാം. അമ്മാതിരി കുറേ സ്റ്റിൽസ് ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രാങ്ക് കാൽസിൻ്റെ കഥാപാത്രം ഞാൻ വിചാരിച്ചു ഫൈറ്റ് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന്, പക്ഷേ പുള്ളിയല്ല ഇതിൻ്റെ മെയിൻ സാധനം. പക്ഷേ ഇതിൻ്റെ പ്ലോട്ടും അങ്ങനെയല്ല. ഇത് പോകുന്നത് ഒരു ഇമോഷണലി നമ്മളെ കണക്ട് ആക്കുന്ന പീറ്റർ പാർക്കറിന് എന്ത് സംഭവിക്കുന്നു, അവനെ എല്ലാവരും മാറുന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യും. പിന്നെ വരുന്ന കാര്യങ്ങൾ, ഇത് ഹാൻഡ് വരുന്നുണ്ട്, ഹൾക്ക് നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്, ഹൾക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സിനിമ കണ്ടു നോക്കും. എന്തെങ്കിലും ഈസ്റ്റർ ഒക്കെ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ടൈലൻറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും വലിയ സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ബട്ട് എന്നാൽ ഒരു ചെറിയ ഹിന്റ് ഇതിനകത്തുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഫ്രാങ്ക് കാസലിൻ്റെ കഥാപാത്രം ആക്ച്വലി ഞാൻ ഒരു വ്യത്യസ്ത രീതിയിലാണ് പുള്ളി ഇതിനകത്ത് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി ഒരു ബ്രൂട്ടാലിറ്റിയിൽ നിന്ന് മാറി അയാളുടെ ബ്രൂട്ടാലിറ്റി കാണാൻ പറ്റില്ല. കാരണം 13+ സിനിമയാണ്, 18+ അല്ല. ജീൻ ഗ്രേ അതിനകത്തുണ്ട്, ആക്ച്വലി ഒരു ടെലിപ്പാത്തിനകത്തുണ്ട്. അപ്പം അതൊരു രസമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. ഭയങ്കര കോംപ്ലക്സ് സ്റ്റോറിയൊന്നും അല്ല, പക്ഷേ ഇതിൻ്റെ വിഷ്വലി ഇതിൻ്റെ സാധനങ്ങൾ നമുക്ക് സ്പൈഡർമാനിൽ നിന്ന് എന്താണോ വേണ്ടത്, ചാടുക, ഓടുക, പറക്കുക, ഇടിക്കുക, അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ രോമാഞ്ചം തരുന്നുണ്ട് സാധനങ്ങൾ, പെർഫോമൻസസ് എല്ലാം പക്കയാണ്. കിടിലൻ സാധനം, കിടിലൻ സിനിമ ഗൈസ്. തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. മാർവലിൻ്റെ, സോണിയുടെ പഴയ സ്പൈഡർമാൻ്റെ ഒരു വൈബ് ആക്ച്വലി എനിക്ക് ഇതിനകത്ത് അടിച്ചു. ഇനി മുമ്പോട്ട് ഇനി എന്തൊക്കെ ചെയ്യും, ഈ സ്പൈഡർമാൻ എന്തൊക്കെ കാണിക്കും എന്നൊക്കെ അറിയാൻ ഒരു ആഗ്രഹം വീണ്ടും വന്നിരിക്കുന്നു. വളരെ നല്ല സിനിമ, തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഐ ആം സോ ഹാപ്പി.